നടി ആക്രമിക്കപ്പെട്ട ദിവസം സംവിധായകൻ ലാലിന്റെ വീട്ടിലെത്തിയ പി.ടി. തോമസ് എം.എൽ.എയുടെ ചെയ്തികൾ സംശയാസ്പദമാകുന്നു. ആക്രമണ ദിവസത്തെ പി.ടി. തോമസിന്റെ ഇടപെടലുകൾ പ്രതികളെ രക്ഷിക്കാൻ സഹായിച്ചുവെന്ന് നിഗമനം. പി.ടി. തോമസിന്റെ ചെയ്തികളും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലേക്കെന്ന് സൂചന. കൊച്ചിയിൽ നടിക്ക് നേരെ ആക്രമണമുണ്ടായതിനു ശേഷം നടൻ ലാലിന്റെ വീട്ടിലെത്തിയ പി.ടി. തോമസ് നടിയുടെ വാഹനത്തിന്റെ ഡ്രൈവറായിരുന്ന മാർട്ടിന്റെ ഫോണിൽ നിന്നുമാണ് പൾസർ സുനിയെ വിളിച്ചിരുന്നത്. ഇങ്ങനെ പൾസർ സുനിയെ പി.ടി. തോമസ് വിളിച്ചതെന്തിന്? പി.ടി. തോമസ് എന്തുകൊണ്ടാണ് സ്വന്തം ഫോണിൽ നിന്നും പൾസർ സുനിയെ വിളിക്കാതിരുന്നത്? പി.ടി. തോമസ് ഫോണിൽ എന്ത് നിർദ്ദേശമാണ് പൾസർ സുനിക്ക് നൽകിയത്? പോലീസിന് പിടികൊടുക്കാതെ രക്ഷപ്പെടാനുള്ള നിർദ്ദേശമാണോ പി.ടി. തോമസ് പൾസറിന് നൽകിയത്? പി.ടി. തോമസിന്റെ കോളിന് ശേഷം പൾസർ സുനി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് സംശയം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. പോലീസ് എത്തും മുമ്പ് രക്ഷപ്പെടാൻ പി.ടി. തോമസ് പൾസറിന് അവസരമൊരുക്കുകയായിരുന്നോ എന്ന സംശയവും ഉയരുന്നു. പൾസർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതോടെ പോലീസിന് അയാളുടെ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയാതെയായി. അപ്പോൾ തന്നെ പൾസറിനെ പിടികൂടാനുള്ള സാധ്യതയാണ് പി.ടി. തോമസ് എം.എൽ.എയുടെ ഇടപെടൽ കൊണ്ട് ഇല്ലാതായത്. അതോടെ പൾസർ സുനിക്ക് രക്ഷപ്പെടാനും ഫോൺ നശിപ്പിക്കാനും അഭിഭാഷകരെ കണ്ട് പുതിയ തന്ത്രങ്ങൾ മെനയാനും സമയം ലഭിച്ചു. ആ രാത്രി തന്നെ പൾസർ സുനി പിടിയിലായിരുന്നുവെങ്കിൽ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വ്യക്തമാകുമായിരുന്നു. ക്രിമിനലിനെ സഹായിച്ച പി.ടി. തോമസിന്റെ നടപടി ആരെ രക്ഷിക്കാനാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതൊക്കെ പോലീസിന്റെ അന്വേഷണത്തിൽ ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ സൂചനയും. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടി.വി. ന്യൂസ്. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ സംഭവവുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവന്റെ ഓൺലൈൻ സ്ഥാപനത്തിൽ പോലീസിന്റെ റെയ്ഡ്. ഇതിന്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് ചേരുന്നു. സിബി, എന്തുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ കാവ്യ മാധവന്റെ ഓൺലൈൻ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തിയത്? എന്തൊക്കെയാണ് റെയ്ഡിൽ നിന്നും കണ്ടെടുത്തതായി സൂചന? തീർച്ചയായും സിബി ലൈനിൽ ചേരുക തന്നെ ചെയ്യും. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഏറ്റവും പുതിയ അന്വേഷണത്തിന്റെ പുരോഗതികളിൽ ഒന്നാണ് കാവ്യ മാധവന്റെ ഓൺലൈൻ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തി എന്നുള്ളത്. കാക്കനാട് ഉള്ള ഓൺലൈൻ സ്ഥാപനത്തിലാണ് റെയ്ഡ് നടത്തിയത്. എന്തൊക്കെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഓൺലൈൻ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തിയത്? റെയ്ഡിൽ നിന്നും എന്തൊക്കെ സൂചനകളാണ് പോലീസിന് ലഭിച്ചത്? അത് അന്വേഷണത്തെ ഏത് രീതിയിലാണ് സ്വാധീനിക്കുക, സഹായിക്കുക? ഇത്യാദി കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. സിബി ജോസഫ് ലൈനിൽ ഒരിക്കൽ കൂടി ചേരുകയാണ്. സിബി, ഇത്തരത്തിലൊരു നിലപാട് ഇന്നലെ ഫെനി ബാലകൃഷ്ണൻ ഒരു മാഡം എന്ന സൂചന സൂചിപ്പിച്ചിരുന്നു. ഒന്ന്. രണ്ടാമത്തെ വിഷയം, പൾസർ സുനിയുടെ ഒളിവിലായിരുന്ന സമയത്ത് പൾസർ സുനിയുടെ മൊബൈൽ റേഞ്ചുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പോലീസ് സൂചിപ്പിച്ചിരുന്നു. ഇത്യാദി കാര്യങ്ങളുടെ സൂചനകളെ പിന്തുടർന്നാണോ ഓൺലൈൻ സ്ഥാപനത്തിൽ, കാവ്യ മാധവന്റെ ഓൺലൈൻ സ്ഥാപനത്തിൽ പോലീസ് റെയ്ഡ് നടത്തിയത്? എന്തൊക്കെയാണ് റെയ്ഡിൽ നിന്നും ലഭിച്ചിരിക്കുന്ന സൂചനകൾ? സിബി. തീർച്ചയായും അജിംഷാദ്, ഈ പൾസർ സുനി കാക്കനാട് ജയിലിൽ നിന്ന് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഇത്തരത്തിലൊരു റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ഈ പൾസർ സുനി ദിലീപിനെ അയച്ചു എന്ന് പറയപ്പെടുന്ന കത്തിൽ വ്യക്തമായും താൻ ഒളിവിൽ പോയ, ഈ കൃത്യം നടത്തിയതിനു ശേഷം ഒളിവിൽ പോയ സമയത്ത് താൻ കാക്കനാട് ഷോപ്പിൽ ദിലീപിനെ അന്വേഷിച്ചെത്തിയിരുന്നെന്നും എന്നാൽ അവിടെ അന്വേഷിച്ചപ്പോൾ ദിലീപ് വീട്ടിലാണെന്ന് മറുപടിയാണ് ലഭിച്ചതെന്നുമാണ് അന്ന് പൾസർ സുനി ഈ കത്തിലൂടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ കാക്കനാട് ഷോപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുകയും ഇത് കാവ്യ മാധവന്റെ പേരിലുള്ള ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ലക്ഷ്യ എന്ന സ്ഥാപനമാണെന്ന് മനസ്സിലാക്കുകയും അവിടെ ഒരു പരിശോധന വളരെ രഹസ്യമായിട്ടായിരുന്നു പരിശോധന ഇന്നലെ നടത്തുകയും ചെയ്തത്. ഏകദേശം 11 മണിക്ക് തുടങ്ങിയ പരിശോധന 2 മണി വരെ നീണ്ടു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വളരെ രഹസ്യമായി നടന്ന പരിശോധനയിൽ ചില കമ്പ്യൂട്ടറുകളും അല്ലെങ്കിൽ വിവിധ രേഖകളും എല്ലാം പരിശോധിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവുകൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസ് എത്തിയതെന്ന് നമുക്ക് വ്യക്തമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം 13 മണിക്കൂർ നീണ്ട ദിലീപിനെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഈ പരിശോധന നടത്തിയതെന്നും മറ്റൊരു നിർണായകമാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തിൽ പൾസർ സുനി എത്തി എന്നുള്ളതിന് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചു എന്ന് വേണം കരുതാൻ. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഫെനി ബാലകൃഷ്ണൻ വ്യക്തമാക്കുകയും ചെയ്തു, ഫെനിയെ പൾസർ സുനി ഒളിവിൽ പോയ സമയത്ത് തന്നെ വിളിച്ചിരുന്നു.
വിളിച്ചതിന് ശേഷം ഫെനിയല്ല ദിലീപ് വ്യക്തമാക്കിയിരുന്നു. ഫെനി വിളിച്ചതായി ദിലീപ് പോലീസിൽ പറഞ്ഞിരുന്നു. കാരണം ഫെനി വിളിച്ചിരുന്നു. ഈ ഫെനിയെ പൾസർ സുനി വിളിച്ച് തനിക്ക് മാവേലിക്കര കോടതിയിൽ കീഴടങ്ങാൻ അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി വിളിച്ചിരുന്നു. എന്നാൽ അന്ന് ഹർത്താൽ ആയതുകൊണ്ട് താൻ മാടത്തോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൾസർ സുനി പോവുകയാണ് ഉണ്ടായത്. പിന്നീട് പൾസർ സുനി അറസ്റ്റിലാവുകയും ചെയ്തു. ഇത് ദിലീപിനെതിരെ ഗൂഢാലോചനയാണെന്ന് ഫെനി പറഞ്ഞതായി ദിലീപ് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ പറയുന്നതിൽ മാടം ആരൻ എന്നുള്ളതാണ് പോലീസിന് ഇനി വ്യക്തമായും അറിയേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ആണ് ഈ കാക്കനാട് ഷോപ്പിൽ ഇന്നലെ നടത്തിയ റെയ്ഡ് ഒരു നിർണായക ഘടകമാവുന്ന ഈ കേസിൽ അജിംഷാദ്. ശരി, സിബിയാണ് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവന്റെ ഓൺലൈൻ സ്ഥാപനത്തിലും പോലീസ് റെയ്ഡ് നടത്തി. പല സൂചനകളുടെ സ്ഥിരീകരണം ആണ് ഈ റെയ്ഡിലൂടെ പോലീസ് ഉദ്ദേശിക്കുന്നതെന്നാണ് സൂചന. എന്തൊക്കെ തെളിവുകൾ ഇതിൽ നിന്ന് പോലീസ് സമാഹരിച്ചിട്ടുണ്ട് എന്ന് തുടർന്നുള്ള മണിക്കൂറുകളിലും വ്യക്തമാകും. ഇതിൻ്റെ ഒക്കെ വിവരങ്ങളാണ് സിബി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വ്യക്തമായ നിലപാടെടുക്കാത്ത അമ്മയ്ക്കെതിരെ ഒളിയമ്പുമായി സിനിമയിലെ വനിതാ സംഘടന വുമൺ കളക്റ്റീവ് ഇന്നലെ രംഗത്തെത്തി. ആമയും മുയലും തമ്മിൽ നടത്തിയ മത്സരത്തിൽ തങ്ങൾ ആമയ്ക്കൊപ്പമാണെന്നാണ് WCCയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചലച്ചിത്ര മേഖലയിൽ വിമൻ ഇൻ കളക്റ്റീവ് എന്ത് പരിപ്രേക്ഷ്യമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നത് സംബന്ധിച്ച് നേരത്തെയുള്ള കുറിപ്പുകളിൽ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് ചില വിശദീകരണങ്ങൾ കൂടി നൽകേണ്ടതുണ്ട് എന്ന് തോന്നിയ പശ്ചാത്തലത്തിലാണ് ഈ കുറിപ്പ് എന്ന് തുടങ്ങിയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. ഞങ്ങളുടെ സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമ്മായോഗത്തിൽ ചർച്ച നടന്നില്ല എന്നത് വാസ്തവം. പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും കേസ് കോടതിയിലെത്തുന്നതിന്റെയും പ്രാഥമിക തലം വരെ എത്തി നിൽക്കുകയും ചെയ്യുന്ന ഒരു വിഷയം ഒരു സംഘടനയുടെ ജനറൽ ബോഡി യോഗത്തിൽ ചർച്ച ചെയ്യുന്നതിന്റെ അസാംഗത്യം മാധ്യമ സമൂഹത്തിന് തികച്ചും ബോധ്യമുള്ളതാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ നാട്ടിലെ നിയമനീതിന്യായ സംവിധാനങ്ങളിൽ വിശ്വാസമുള്ള അമ്മയും WCCയും ഇക്കാര്യത്തിൽ അവരവരുടേതായ ഔചിത്യം പാലിച്ചു എന്നും ഞങ്ങൾ കരുതുന്നു. ഇങ്ങനെ പറയുമ്പോഴും ചില കാര്യങ്ങളിലൂടെ അമ്മയ്ക്കെതിരെ ഒളിയമ്പ് നടത്താനും WCC മറന്നില്ല. നൂറ്റാണ്ടുകളായി രൂപപ്പെട്ട ആണധികാരത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ ഘടനകളെ പൊളിച്ചുമാറ്റി പുതിയ ഭാവുകത്വത്തിലേക്ക് അവയെ നടത്തിക്കാൻ അടുത്ത 100 വർഷം മതിയാകുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. അലർച്ചകളും ആർപ്പുവിളികളുമില്ലാതെ നിശബ്ദമായി പണിയെടുത്തും ചിലപ്പോൾ മനഃപൂർവ്വം ഒഴിഞ്ഞുമാറുന്നെന്നും ചില ഘട്ടങ്ങളിൽ സജീവമായ ഇടപെടലുകൾ നടത്തിയും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യ മാറ്റത്തിന് സിനിമയെ എങ്ങനെ ചാലകശക്തിയാക്കാമെന്ന ചിന്തയാണ് ഈ കൂട്ടായ്മയെ മുന്നോട്ട് നയിക്കുന്നത്. ആമയും മുയലും തമ്മിൽ നടത്തിയ മത്സരത്തിൽ ഞങ്ങൾ ആമയുടെ ഒപ്പമാണ്. കലയും രാഷ്ട്രീയവും രണ്ടല്ല എന്ന് വിശ്വസിക്കുന്ന സുമനസ്സുകൾ ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന വിശ്വാസത്തിൽ വിമൻ ഇൻ കളക്റ്റീവ് പ്രവർത്തകർ നിലനിൽക്കുന്നു എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന ജിൻസൺ ഇന്നലെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. ആലുവ മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ജയിലിൽ വെച്ച് പൾസർ സുനി ജിൻസനോട് വെളിപ്പെടുത്തിയിരുന്നു. പൾസർ സുനിയും ജിൻസനും കാക്കനാട് ജയിലിൽ ഒരുമിച്ച് കഴിയവേ നടിയെ ആക്രമിച്ച സംഭവത്തെക്കുറിച്ച് സുനി ചില കാര്യങ്ങൾ ജിൻസനോട് വെളിപ്പെടുത്തിയിരുന്നു. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും തന്നെ ഏൽപ്പിച്ച കൊട്ടേഷൻ പ്രകാരമാണ് നടിയെ ആക്രമിച്ചതെന്നും സുനി ജിൻസനോട് പറഞ്ഞിരുന്നു. സിനിമാ മേഖലയിലുള്ളവർക്ക് സംഭവവുമായി ബന്ധമുണ്ടെന്നും ജിൻസനോട് വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം അറിഞ്ഞ ജയിൽ സൂപ്രണ്ട് അന്വേഷണ സംഘത്തെ വിവരമറിയിച്ചു. തുടർന്ന് അന്വേഷണ സംഘം ജിൻസനെ ചോദ്യം ചെയ്തപ്പോൾ സുനി പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാകുകയും ചെയ്തു. ഇതേ തുടർന്നാണ് കോടതിയിൽ ജിൻസന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ച കോടതി രഹസ്യമൊഴിയെടുക്കാൻ അനുമതി നൽകുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ആലുവ കോടതിയിൽ ജിൻസന്റെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയത്. മൊഴിയെടുക്കൽ 2 മണിക്കൂറിലേറെ നീണ്ടു. പൾസർ സുനി തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ജിൻസൺ പറഞ്ഞു. നിർണായക സാക്ഷിയായ ജിൻസന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് കേസന്വേഷണത്തിന് ഏറെ സഹായകമാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകളിലേക്ക്. യോഗം വിളിച്ചത് ഒരു പാർട്ടിയെയും അറിയിച്ചിട്ട് അല്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. എല്ലാ യോഗത്തിലും എല്ലാ മന്ത്രിമാരും പങ്കെടുക്കണമെന്നില്ല. റവന്യൂ മന്ത്രി വരാത്തത് അസൗകര്യം മൂലമാകാമെന്നും കോടിയേരി. മുഖ്യമന്ത്രി വിളിച്ച മൂന്നാറിലെ സർവകക്ഷി യോഗത്തെ സംബന്ധിച്ചാണ് കോടിയേരിയുടെ പ്രതികരണം. അതിലേക്ക് പോകാം. മൂന്നാർ ഉൾപ്പെടെയുള്ള ഇടുക്കി പ്രശ്നങ്ങളിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF ജില്ലാ നേതൃത്വത്തിന്റെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് നടക്കും. സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്നാണ് CPI സംസ്ഥാന നേതൃത്വം നേരത്തെ തീരുമാനിച്ചിരുന്നത്. പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കെ റവന്യൂ മന്ത്രി യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യമാണ് ഏവരും ഇനി ഉറ്റുനോക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ
മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ഏതാണ്ട് 11 മണിയോടെയാണ് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ യോഗം വിളിച്ചിരിക്കുന്നത്. മൂന്നാർ വിഷയത്തിൽ യോഗം വിളിച്ചത് ഒരു പാർട്ടിയെയും അറിയിച്ചിട്ടല്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോടിയേരിയുടെ വാക്കുകളിലേക്ക്. എല്ലാ മീറ്റിങ്ങിലും എല്ലാ മന്ത്രിമാർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടായിരിക്കും. അത് കൂട്ടുത്തരവാദിത്വം ബാധിക്കുന്ന പ്രശ്നങ്ങളല്ലേ. ഇടുക്കി ജില്ലയിലുള്ള കുടിയേറ്റ കർഷകർക്ക് സംരക്ഷണം കൊടുക്കുക, അനധികൃതമായിട്ടുള്ള എല്ലാ കയ്യേറ്റവും ഒഴിപ്പിക്കുക, ഇതാണ് സർക്കാരിൻ്റെ നിലപാട്. അത് സമയബന്ധിതമായി നടപ്പിലാക്കുക തന്നെ ചെയ്യും. രാജ്യത്തെ ഏറ്റവും വലിയ നികുതി പരിഷ്കരണമായ ചരക്ക് സേവന നികുതി നിലവിൽ വന്നു. പാർലമെന്റിൽ കൂടിയ ചടങ്ങിൽ രാഷ്ട്രപതി പ്രഖ്യാപനം നടത്തി. GST ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുമെന്ന് പ്രധാനമന്ത്രിയും അവകാശപ്പെട്ടു. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ സമ്മേളനം ബഹിഷ്കരിച്ചിരുന്നു. आदरणीय राष्ट्रपति जी, आदरणीय उपराष्ट्रपति जी, लोकसभा के अध्यक्षा जी, पूर्व प्रधानमंत्री आदरणीय देवगौड़ा जी, मंत्रिपरिषद के मेरे साथी, सदन के सभी सम्मानित सदस्यगण, सभी वरिष्ठ महानुभाव, GSTക്ക് തുടക്കം കുറിച്ച് പാർലമെന്റിൽ ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ നരേന്ദ്രമോദിയെ പരോക്ഷമായി വിമർശിച്ച് രാഷ്ട്രപതി. കേന്ദ്ര ധനമന്ത്രിയായിരിക്കെ GST അംഗീകരിപ്പിച്ചെടുക്കാൻ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളെ പലതവണ സമീപിച്ചെങ്കിലും നിരവധി തടസ്സങ്ങളും തർക്കങ്ങളും ഉയർന്നു വരികയായിരുന്നു. GSTയുടെ ഉദ്ഘാടനം മോഡി നിർവഹിക്കുമെന്ന മുൻ തീരുമാനത്തിലും അവസാന നിമിഷം മാറ്റം വരുത്തി. പ്രോട്ടോകോൾ ലംഘനം ഉണ്ടാകാതിരിക്കാൻ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സംയുക്തമായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ GST എന്ന ആശയം അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും ശക്തനായ എതിരാളിയായിരുന്നു അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി. ഇക്കാര്യമാണ് രാഷ്ട്രപതി പ്രണബ് മുഖർജി പാർലമെന്റിലെ പ്രസംഗത്തിൽ പരോക്ഷമായി സൂചിപ്പിച്ചത്. ഒരു രാഷ്ട്രം ഒരു നികുതി എന്ന ആശയത്തിന് 14 വർഷം മുമ്പ് 2002 ഡിസംബറിൽ തുടക്കമിട്ടു. ഭരണഘടനാപരമായും നിയമപരമായും സാമ്പത്തികപരമായും നിരവധി തടസ്സങ്ങൾ ഉയർന്നുവന്നു. GST നടപ്പിലാക്കുന്നതിനെ ചില സംസ്ഥാനങ്ങൾ എതിർത്തു. ഗുജറാത്തിനെ പ്രത്യേകം പ്രസംഗത്തിൽ പരാമർശിച്ച രാഷ്ട്രപതി അവരുമായി നിരവധി ചർച്ചകൾ നടത്തേണ്ടി വന്ന കാര്യം എടുത്തു പറഞ്ഞു. I also met the chief ministers of Gujarat, Bihar, Andhra Pradesh and Maharashtra a number of times, and I have a vivid recollection of those meetings and the various matters that were raised. Given the magnitude of the task, which spans constitutional, legal, economic and administrative spheres, it was not a surprise that there were many contentious issues. GST ഉദ്ഘാടനം സ്വയം നിർവഹിക്കാനുള്ള മോദിയുടെ ശ്രമം വിമർശനത്തെ തുടർന്ന് മാറ്റിയതും ശ്രദ്ധിക്കപ്പെട്ടു. ഉദ്ഘാടനം മോദി നിർവഹിക്കുമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചത്. എന്നാൽ രാഷ്ട്രപതി പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന്റെ പ്രോട്ടോകോൾ ലംഘനം വിമർശിക്കപ്പെട്ടു. ഇതേ തുടർന്ന് അവസാന നിമിഷം ഉദ്ഘാടന രീതിയിൽ മാറ്റം വരുത്തി ഇരുവരും സംയുക്തമായി ചടങ്ങ് നിർവഹിക്കുന്ന രീതിയിലേക്ക് മാറ്റി. GST കൗൺസിൽ മുൻ അധ്യക്ഷനായിരുന്ന KM മാണിയെ അരുൺ ജെയ്റ്റ്ലി പ്രസംഗത്തിൽ പേരെടുത്തു പറഞ്ഞു. സമ്മേളനം കഴിഞ്ഞിറങ്ങിയ മാണി അതിലെ ആഹ്ലാദം മറച്ചുവച്ചില്ല. GST രൂപീകരണത്തിൽ എൻ്റെ ഇൻവോൾവ്മെന്റ് വളരെയധികം ഉണ്ടായിരുന്നു. ആ നിലയിലൊക്കെ അനുസ്മരിച്ചതായിരിക്കാം. അതിൽ പ്രത്യേക നന്ദിയുണ്ട്. സമ്മേളനം കോൺഗ്രസ് ബഹിഷ്കരിച്ചെങ്കിലും കോൺഗ്രസ് നേതാവും രാജ്യസഭാ ഉപാധ്യക്ഷനുമായ PJ കുര്യൻ ആദ്യ അവസാനം വരെ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുത്തു. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. GSTയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊച്ചിയിൽ നടക്കും. കേന്ദ്ര സർക്കാരിന്റെ പുതിയ GST സമ്പ്രദായത്തെ സ്വർണ്ണ വ്യാപാരികൾ സ്വാഗതം ചെയ്യുന്നതായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ NP അഹമ്മദ്. GST നിലവിൽ വരുന്നതോടെ നികുതി വെട്ടിപ്പ് തടയാൻ സാധിക്കുമെന്നും അത് ഈ മേഖലയിൽ കൂടുതൽ മത്സരത്തിന് വഴിവെക്കുമെന്നും
കള്ളക്കടത്ത് തടയാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണ വ്യാപാര മേഖലയിൽ 100% സ്വാഗതം ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സിസ്റ്റമാണിത്. സ്വർണ്ണ മേഖലയിലുണ്ടായിരുന്ന വലിയൊരു പ്രതിസന്ധി ഇതിൻ്റെ പാരലൽ ബിസിനസ്സാണ്. അൺഅക്കൗണ്ട് ബിസിനസ്സും അൺഒഫീഷ്യൽ ബിസിനസ്സായിരുന്നു. GST വരുന്നതോടുകൂടി അത് ഘട്ടം ഘട്ടമായിട്ട് പൂർണ്ണമായിട്ടും അൺഅക്കൗണ്ടിങ് ബിസിനസ് ഇല്ലാതാവും. ഈ അൺഅക്കൗണ്ടിങ് ബിസിനസ് ഇല്ലാതാകുന്നതോടുകൂടി ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം നിലവിൽ വരും. കൊടിമരം കേടുവരുത്തിയ സംഭവം പ്രതികൾ നൽകിയ മൊഴിത്തെറ്റ്. കൊടിമരത്തിൽ മെർക്കുറി ഒഴിക്കുന്ന ആചാരം ആന്ധ്രയിൽ ഇല്ലെന്നും ഭൂമിയിൽ സമർപ്പിക്കുന്ന ആചാരം ഉണ്ടെന്നും ആന്ധ്രയിൽ പോയ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്തേക്കും. വിവരങ്ങളുമായി ഇപ്പോൾ ബിജേഷ് നടുവിൽ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ബിജേഷ്, നേരത്തെ പറഞ്ഞിരുന്നത് ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് കൊടിമരത്തിൽ ഇത്തരത്തിൽ മെർക്കുറി ഒഴിച്ചതെന്നാണ്. അങ്ങനെ അല്ല എന്ന ബോധ്യമാണോ പോലീസിന് പുതിയതായി എത്തിയിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അജിംഷാദ്, പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം SI അശോകന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 26-ാം തീയതിയായിരുന്നു ആന്ധ്രയിലേക്ക് പോയത്. പ്രതികളുടെ ഗ്രാമത്തിലേക്കാണ് അവർ അന്വേഷണത്തിന് പോയതും. കൃഷ്ണ ജില്ലയിലെ കാവേരി എന്ന ഗ്രാമത്തിൽ ആണ് അന്വേഷണ സംഘം കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് പരിശോധന നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നതും. കൊടിമരത്തിലോ അല്ലെങ്കിൽ വിഗ്രഹത്തിലോ അത്തരത്തിൽ പാദരസം ഒഴിക്കുന്ന ഒരു ചടങ്ങ് ആന്ധ്രയിൽ ഇല്ല. പാദരസം എന്നത് നവധാന്യങ്ങൾ ഉൾപ്പെടെ മെർക്കുറി ഉൾപ്പെടെയുള്ള ഒരു ഇതാണ്. അത് കൊടിമരത്തിൽ ഒഴിക്കുന്ന ഒരു ചടങ്ങ് ആന്ധ്രയിൽ ഈ പ്രതികളുടെ വില്ലേജിൽ ഇല്ല എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ കൊടിമരമോ പുതിയ വിഗ്രഹമോ അമ്പലമോ ഇത്തരത്തിൽ പണിയുന്നതിന് മുൻപായിട്ട് ഭൂമിയിലാണ് പാദരസം ഒഴിക്കുക എന്നാണ് അന്വേഷണ സംഘത്തിന് അവിടെ നിന്നും കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം ഇവർ മെർക്കുറിയും മറ്റു നവധാന്യങ്ങളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങി എന്ന് പറയുന്ന കടയിലും അന്വേഷണം നടത്തുകയുണ്ടായി. അവിടെ നിന്നും ഇവർ ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ടോ ഇന്ത്യയിൽ തന്നെയുള്ള മറ്റ് ഗ്രൂപ്പുകളുമായിട്ടോ ഇവർക്ക് ബന്ധമൊന്നുമില്ല എന്നൊരു കണ്ടെത്തലും പോലീസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മൊഴിയിലെ ചില വൈരുദ്ധ്യങ്ങൾ കാരണം വീണ്ടും പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ഒന്നുകൂടെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നത്. ശരി ബിജേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലടിച്ച സംഭവത്തിൽ ആംബർ എൽ എന്ന കപ്പലിന്റെ ക്യാപ്റ്റൻ അടക്കം 3 പേരെ അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രിയോടെയാണ് കോസ്റ്റൽ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. 3 പേരെയും ഇന്ന് എറണാകുളം CJM കോടതിയിൽ ഹാജരാക്കും. ആംബർ എൽ എന്ന കപ്പലിന്റെ ക്യാപ്റ്റനായ ജോറിയനാക്കിസ് അയോണീസ്, സെക്കൻഡ് ഓഫീസർ അത്താനേഷ്യസ്, കപ്പലിലെ ജീവനക്കാരനായ സെവാന എന്നിവരെയാണ് കോസ്റ്റൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രിയോടെ കസ്റ്റഡിയിലെടുത്ത ഇവരുടെ അറസ്റ്റ് പുലർച്ചെ രേഖപ്പെടുത്തുകയായിരുന്നു. ഇവരെ ഇന്ന് എറണാകുളം CJM കോടതിയിൽ ഹാജരാക്കും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് കോസ്റ്റൽ SI പറഞ്ഞു. കണ്ടിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു അവസരമാണത്. കാരണം വെറും 14 നോട്ടിക്കൽ മേൽ മാത്രം അടുത്തൂടെ പോകുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ അതുപോലെ നെഗ്ലിജൻ്റ് ആയിട്ട് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ അപകടം ഉണ്ടാകുന്നുള്ള അറിവുണ്ടായിട്ടും ആ രീതിയിൽ ശ്രദ്ധിക്കാതെ മനുഷ്യജീവനെ അപകടം ഉണ്ടാക്കിയതിനാണ് ഇത് ചെയ്തേക്കുന്നത്. 28 ജീവനക്കാരുള്ള കപ്പലിന്റെ ക്യാപ്റ്റൻ ഗ്രീസുകാരനാണ്. ജൂൺ 10-നാണ് കൊച്ചി പുറംകടലിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ ആംബർ എൽ എന്ന കപ്പലിടിച്ചത്. ഇസ്രായേലിൽ നിന്ന് വളവുമായി പോയ പാനമ രജിസ്ട്രേഷനുള്ള കപ്പലാണ് കാർമൽ മാത എന്ന മത്സ്യബന്ധന ബോട്ടിലിടിച്ചത്. അപകടത്തിൽ 2 പേർ മരിക്കുകയും ഒരാളെ കാണാതാവുകയും ചെയ്തു. സാങ്കേതികവും നിയമപരവുമായ തടസ്സങ്ങളുള്ളതിനാൽ കപ്പൽ ഇതുവരെ തുറമുഖത്ത് അടുപ്പിക്കാനായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുതിയ മദ്യനയത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ബാറുകൾ തുറന്നു തുടങ്ങി. ഇതുവരെ 60 ബാറുകൾക്ക് മാത്രമാണ് അനുമതി. മദ്യനയത്തിന്റെ ഭാഗമായി വ്യാപകമായി മദ്യം ഒഴുകുമെന്ന പ്രചരണം ഇതോടെ പൊളിഞ്ഞു. പൂട്ടിപ്പോയ 798 ബാറുകളിൽ 100-ൽ താഴെ മാത്രമാണ് ലൈസൻസ് പുതുക്കുന്നത്. സംസ്ഥാനത്താകെ ലൈസൻസ് പുതുക്കാൻ അപേക്ഷ നൽകിയത് ഇതുവരെ 72 ബാറുകൾ. 60 എണ്ണത്തിന് പ്രവർത്തനാനുമതി ലഭിച്ചു. 17 എണ്ണത്തിന് അനുമതി കിട്ടിയ എറണാകുളത്താണ് കൂടുതൽ ബാറുകൾ. 13 എണ്ണം തിരുവനന്തപുരത്ത് പ്രവർത്തിക്കും. ആലപ്പുഴയിൽ ഇതുവരെ ആർക്കും അനുമതി കിട്ടിയിട്ടില്ല. വയനാട്ടിൽ 2 ബാറുകൾ പ്രവർത്തിക്കും. ഇന്ന് ഡ്രൈഡേ ആയതിനാൽ ബാറുകൾ പ്രവർത്തിക്കില്ല. അനുമതി ലഭിച്ച ചില ബാറുകൾ ഇന്നലെ വൈകുന്നേരം പ്രവർത്തിച്ചു തുടങ്ങി. ഇത്രയും നാളെ പാടിച്ചാണ് കുടിക്കണത്. ഇപ്പൊ നല്ല ഹാപ്പിയായിട്ട് ഇവിടെ നിന്ന് കുടിക്കാം, സുഖമായിട്ട് കുടിക്കാം, നല്ല നല്ല AC ആയിട്ട് കുടിക്കാം. മറ്റേ കട്ടക്കാലിൽ കിടന്ന ഫലിത് കുടിക്കും, അവര് കുടിക്കും, പൈസ ലാഭം. നാളെയും മറ്റന്നാളുമായി മറ്റു ബാറുകൾ തുറക്കും. 2112 കള്ളുഷാപ്പുകൾക്കും അനുമതിയായി. അടച്ചുപൂട്ടുമ്പോൾ 798 ബാറുകളായിരുന്നു സംസ്ഥാനത്ത് പ്രവർത്തിച്ചത്.
ഇതിൽ 60 എണ്ണത്തിന് മാത്രമാണ് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. പുതിയ മദ്യനയം വ്യാപക മദ്യമൊഴുക്കിന് കാരണമാകുമെന്ന പ്രചരണം ഇതോടെ പൊളിയുകയാണ്. MR സജേഷ്, തിരുവനന്തപുരം. എയർ ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് CPIM. രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായ കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ നയത്തിന്റെ ഭാഗമാണ് എയർ ഇന്ത്യ വിൽപ്പനയെന്നും CPIM പോളിറ്റ് ബ്യൂറോ കുറ്റപ്പെടുത്തി. സ്വകാര്യ കമ്പനികളെ സഹായിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമെന്നും PB ചൂണ്ടിക്കാട്ടുന്നു. പൊതുമേഖലാ സ്ഥാപനമായ എയർ ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ശക്തമായി എതിർക്കുന്നതായി CPIM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കി. ഈ തീരുമാനം പൊതുപണം സംരക്ഷിക്കാനല്ല, മറിച്ച് കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ്. വിൽപ്പനയ്ക്ക് മുമ്പായി എയർ ഇന്ത്യയുടെ 30,000 കോടി രൂപയുടെ കടബാധ്യത എഴുതിത്തള്ളാനുള്ള നീക്കവും ഏറ്റെടുക്കുന്ന സ്വകാര്യ കമ്പനിക്ക് വൻ നേട്ടമുണ്ടാക്കി കൊടുക്കുക ലക്ഷ്യം വച്ചാണ്. എയർ ഇന്ത്യ ലാഭം നേടിത്തുടങ്ങുന്ന ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാർ വിൽപ്പനയ്ക്ക് ഒരുങ്ങുന്നത്. 2015-2016 വർഷത്തിൽ എയർ ഇന്ത്യ 105 കോടി രൂപ ലാഭം നേടി. 2016-2017 വർഷത്തിൽ 300 കോടി രൂപ ലാഭം നേടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വിൽപ്പന നടത്തുന്നത് നല്ല ഉദ്ദേശത്തോടെയല്ല, കേന്ദ്രം ഭരിച്ച സർക്കാരുകളുടെ തെറ്റായ തീരുമാനങ്ങൾ കാരണമാണ് എയർ ഇന്ത്യ നഷ്ടത്തിലായത്. ഒടുവിൽ ബലിയാടാക്കി വിൽപ്പന നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും CPIM വ്യക്തമാക്കി. രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായ സ്വകാര്യവൽക്കരണ നയത്തിന്റെ ഭാഗമാണ് എയർ ഇന്ത്യയുടെ വിൽപ്പനയും. അതുകൊണ്ട് തന്നെ സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നും പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിക്കാനുള്ള നീതി ആയോഗ് നിർദ്ദേശത്തിന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തികകാര്യ മന്ത്രിതല സമിതി തത്വത്തിൽ അംഗീകാരം നൽകിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാസർഗോഡ് മഞ്ചേശ്വരം മുസോടിക്കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷമായി തുടരുന്നു. കടലെടുത്തതിനെ തുടർന്ന് റോഡും വീടുകളും തകർന്നു. ദിവസങ്ങൾ പിന്നിട്ട കടലാക്രമണം രൂക്ഷമായി തുടരുന്നതിനാൽ തീരത്തെ 10ഓളം കുടുംബങ്ങളെ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കാസർഗോഡ് മഞ്ചേശ്വരം മുസോടിക്കടപ്പുറത്ത് കഴിഞ്ഞ 4 ദിവസമായി കടലാക്രമണം ശക്തമായി തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിത്. 150 മീറ്ററോളം കരഭാഗം കടലെടുത്തു കഴിഞ്ഞു. ഒരു വീടും ഒരു കടയും ഇതിനകം തകർന്നു. 10 വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. ഈ കുടുംബങ്ങളെ സമീപത്തെ സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. 100 മീറ്ററോളം തീരദേശപാത പൂർണ്ണമായി തകർന്നു. കടലാക്രമണത്തെ തുടർന്ന് ഈ പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്, ഞങ്ങൾക്ക് വേറൊരു ജീവിതമില്ല. ഇതിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങളെ സ്വത്തിന് എല്ലാത്തിനും ഞങ്ങൾക്ക് വല്ലാത്ത ഭീഷണിയാണ്. ബേജാറിലുണ്ടാണ് ഞങ്ങൾ അങ്ങനത്തെ വിധിയിലാണുള്ളത്. മഞ്ചേശ്വരം മത്സ്യബന്ധന തുറമുഖ നിർമ്മാണത്തിന്റെ ഭാഗമായി കടൽ തീരത്ത് നിർമ്മിച്ച പുലിമുട്ടാണ് ഈ പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാക്കാൻ കാരണമായതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഹാർബർ അവിടെ നിർമ്മിക്കുമ്പോൾ സൈഡ് പുലിമുട്ട് നിർമ്മിക്കാത്തതാണ് പ്രശ്നം. പി കരുണാകരൻ MP കാസർഗോഡ് ജില്ലാ കലക്ടർക്ക് നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു. CH കുഞ്ഞമ്പു മഞ്ചേശ്വരം MLA ആയിരിക്കെ നബാർഡ് സഹായത്തോടെ ഈ പ്രദേശത്ത് കടൽപ്പത്തി നിർമ്മാണത്തിന് പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. എന്നാൽ മത്സ്യബന്ധന ബോട്ടുകൾക്കും തോണികൾക്കും പദ്ധതി കരക്കെടുക്കുവാൻ പ്രയാസം സൃഷ്ടിക്കുമെന്ന ആക്ഷേപത്തെ തുടർന്ന് തുടർ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.